കാണാതായ സമയത്തില്ലേ ഈ വാർത്തയൊക്കെ വരുന്ന സമയത്ത് ചേച്ചി ലോഡ്ജിന്റെ ഉടമയോട് പറഞ്ഞിരുന്നോ ഈ കുട്ടിയല്ലേ ഇവിടെ വന്നിട്ട് പോയതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ പത്രത്തിൽ പടം കണ്ടപ്പോൾ ഞാൻ വെളുപ്പിന് 4:30 ആകുമ്പോൾ ടൗണിൽ ഇറങ്ങും. ഞാൻ അവിടെ ആരും താമസിച്ചുകൊണ്ടിരുന്നത്. ടൗണിൽ ഇറങ്ങിയിട്ട് പേപ്പർ മനോരമ പത്രം എടുത്തുകൊണ്ട് പോയിരുന്നു. അന്നേരം ഈ പത്രത്തിനകത്ത് ജസ്നയെ കാണുവാനില്ലെന്നും പറഞ്ഞ് മുക്കൂട്ടുകാരെ വാർത്ത കണ്ടു. അങ്ങനെ അതുകൊണ്ട് ഞാൻ പുള്ളിക്ക് അന്ന് ഹോട്ടലുള്ള സമയത്ത് അപ്പം ഞാൻ പുള്ളിയെ കൊണ്ട് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഈ കാര്യങ്ങളൊന്നും ചുമ്മാ നിനക്ക് തിരക്കേണ്ട കാര്യമെന്നാ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അതാണ് ഞാൻ പറയാൻ കാര്യം തന്നെ. എന്നിട്ട് തന്നെ വെളി വിട്ട് അവനെ തീർക്കും തന്നെ പറഞ്ഞിട്ടുണ്ട്. CBI എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ആകെ കൂടി ചോദിച്ചാൽ ക്രൈംബ്രാഞ്ച് തരാം. CBIക്ക് ഇവർ നമ്പർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരാരും ചോദിച്ചിട്ടില്ല. ഞാൻ കണ്ടതിന് ഒരു 2 മാസം ഏകദേശം. 2 മാസം സമയമുണ്ട്. എന്തോ ഒരാളെ നമുക്ക് അറിയാമല്ലോ, ഒരാളെ കണ്ട. ഇപ്പം നിങ്ങളെ എല്ലാവരെയും എനിക്ക് കണ്ടാൽ മനസ്സിലാവും, എവിടെ വെച്ച് കണ്ടാലും. കുട്ടിക്ക് അന്ന് അവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പേടിയോ മുഖത്ത് അങ്ങനെ എന്തെങ്കിലും ആശങ്കയുള്ളതായിട്ട് ചേച്ചിക്ക് തോന്നിയിരുന്നോ? എനിക്കോ? അല്ല, അത് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നോക്കിയതാണ്. അപ്പോൾ എനിക്കൊന്നും തോന്നില്ല. ഇങ്ങനെ ഒരുപാട് പെൺപിള്ളേർ വരുമല്ലോ ആ പിള്ളേരുമായിട്ട്, അങ്ങനെ ആ കൂടെ വന്നാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പോൾ അത് ചോദിച്ചപ്പം പുള്ളി ഓർക്കുന്നില്ല, ഞാൻ അതിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അതാണ് സംഭവം. അതുകൊണ്ടാണ് എന്നോട് ഈ വഴക്കുണ്ടാക്കുന്നതിൻ്റെയൊക്കെ കാര്യം. പറയുന്ന കേട്ടു. ആളെ എനിക്കറിയില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ ആളെ. ആ സുഹൃത്തിനെ കണ്ടിട്ടുള്ളൂ. ആ പയ്യന്റെ മുഖം കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു മെലിഞ്ഞ മുഖമാണ് ആളിൻ്റെ. അതെനിക്ക് നല്ലതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ചെറിയ താടിയൊക്കെ വെച്ച് ചെറിയ പയ്യൻ ഇറങ്ങി വരുന്നത്. ഒരു 10-25 വയസ്സ് കാണുമായിരിക്കും ആ ചെറുക്കന്, അത്രേ ഉള്ളൂ. ഇതെല്ലാം ഇപ്പൊ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞായിരുന്നു. അതിനോട് ആര് ചോദിച്ചാലും ഞാൻ പറയും ഞങ്ങളുടെ കാര്യമല്ലേ, പിന്നെ എന്നെ ആരും കൊല്ലായിരുന്നാ മതി, എനിക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ ചേച്ചി പറയുന്നത് ഈ ഹോട്ടൽ ഉടമയ്ക്ക് ഇതിൽ എന്തെങ്കിലും കൈ ഉണ്ടെന്നാണോ? കാണും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്, നല്ലതായിട്ട് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അല്ല എന്നെ ഇത്രയും ഭീഷണിപ്പെടുത്തുന്നൊന്നുമില്ല. എന്നെയോ? അത് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അവിടെ വേറെയും കേസുകെട്ടുകളുണ്ട്. അത് പറയാൻ പറ്റില്ല. ആ ഓണറും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതെ. ജസ്നയെ കാണാതായതിന് പിന്നിലും ലോഡ്ജ് ഓണറുടെ ഇടപെടലുണ്ട് എന്ന് ചേച്ചി സംശയിക്കുന്നുണ്ട്. നല്ലതായിട്ട് സംശയിക്കുന്നുണ്ട്. പുള്ളിയുടെ സ്വഭാവം അത്തരത്തിലാണ്. വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ വരുമ്പോൾ ഇതുപോലെ പോയി ചോദിച്ചിട്ടുണ്ടോ, ഇതാരാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഏത് പെൺപിള്ളേർ വന്നാലും ആര് വന്നാലും ഞാൻ ചോദിക്കാതെ എവിടുന്ന് വന്നാന്ന് ഞാൻ ചോദിക്കും. അത് പ്രായമുള്ളവർ വന്നാലും ഞാൻ ചോദിക്കാതെ എവിടുന്ന് വന്നാൽ അന്നേരമല്ല എന്നോട് പുള്ളി ദേഷ്യപ്പെടും. നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ മതി. നീ ഇവിടെ പളിയാൻ നിൽക്കണം, പണിതിട്ട് പൊക്കോണം. നീ ഇവിടെ വരുന്ന ഒരു ലോഡ്ജാണ്, പലരും വരും എന്ന് പറഞ്ഞാൽ ഞാൻ ഐസാക്കി കളയുമായിരുന്നു സംസാരിച്ച് വെച്ചത്. അപ്പോൾ എനിക്കൊന്നും പറയാം. എന്തോ ഒരു തവണ ഞാൻ കണ്ടോളൂ. പിന്നെ കാണുന്ന ഈ ഫോട്ടോ അല്ലേ, പത്രത്തിൽ കാണുന്നതല്ലേ, അതുകൊണ്ട് എനിക്കറിയില്ല. എങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഹൈക്കോടതി കേസാ. ഞാൻ 24 വർഷം അവിടെ ജോലി ചെയ്തിട്ട് 14 വർഷം ജോലി ചെയ്തിട്ട് എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല. ഇല്ല. തരുന്ന പൈസ റൂമിന് വാടകയായിട്ട് അവനങ്ങ് മേടിക്കുക. നല്ല റൂം തരുന്ന അതിനകത്ത് വാടക. അത് ഞാൻ വൃത്തിയാക്കി വേണം ഞാൻ കിടക്കാൻ പോലും. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ അതിനിടയ്ക്ക് ജാതിപ്പേര് കുത്തിച്ചേർത്ത് വിളിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഞാൻ തൊട്ടടുത്തൊരു തയ്യക്കടയുണ്ട്. തയ്യക്കടയിലെ അവളുമായിട്ടാണ് വിഷയം. അത് മുതലാളിയായിട്ട് നല്ല ഇതാണ്. അതുകൊണ്ട് അവളില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പം തെറ്റിദ്ധരിച്ച എനിക്ക് ഒരു കുന്തവുമില്ല, ഒരു പ്രശ്നവുമില്ല. അവൾ എന്നോട് കാണിച്ച കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഇന്നത് കിട്ടണം, അത്രേ ഉള്ളൂ. ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വഴങ്ങിയോ ഒന്നുമല്ല, ചേച്ചി കണ്ട കാര്യം മാത്രമാണ് പറഞ്ഞല്ലേ. എനിക്ക് അതുപോലെ എനിക്ക് വിഷമം ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നത്, അല്ല ഞാൻ പറയത്തില്ല, ഈ കേസും കൊടുക്കത്തില്ലായിരുന്നു. അല്ല ചേച്ചി, ഇത്രയും നാളെ ജസ്നയെ കാണാതായി, ഇത്രയും നാൾ അന്വേഷണം, ജസ്നയെ കാണാനില്ല, ഇനിയൊന്നും ചെയ്യാനില്ല, കണ്ടെത്താൻ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ചേച്ചിക്ക് ഉള്ളിലൊരു വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഓർക്കുന്ന എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ ചിന്തിച്ചവിടെ. അതുകൊണ്ട് എന്നാലും ഇവൻ പറയാൻ സമ്മതിക്കില്ലായിരുന്നു. ചോദ്യം ചെയ്തു. പലതവണ വന്നിരുന്നു. പലതവണ വന്ന് പിന്നെ പത്തനംതിട്ട DYSP ഓഫീസിൽ പുള്ളിയെ കൊണ്ടുപോവുകയൊക്കെ ചെയ്താ. അവിടെ മൊഴിയൊക്കെ കൊടുത്തിട്ടുള്ള. അവിടുന്ന് പുഷ്പം പോലെ പുള്ളി ഊരി പോന്നു. എല്ലാവരും പുള്ളിയെ സഹായിക്കുന്ന വേറെ ആൾക്കാരാണല്ലോ. പുള്ളിക്ക് പൈസയുണ്ട്, എനിക്ക് പൈസയില്ല.
അതാണ് വ്യത്യാസം. എത്ര നാളായി ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്തിട്ട്? ഇപ്പോൾ 2 വർഷമായി കാണുമല്ലോ. കൊറോണ കഴിഞ്ഞപ്പോഴാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ ലോക്കൽ പോലീസ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ലോക്കൽ പോലീസൊക്കെ നിങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? എന്നോട് ആരും ചോദിച്ചിട്ടൊന്നുമില്ല. ലോഡ്ജിൽ അങ്ങനെ എന്തെങ്കിലും ലോഡ്ജ് വന്നിട്ടുണ്ടോന്ന് എനിക്ക് ഇല്ല അന്വേഷിച്ചിട്ടില്ല. അവിടെ ഇല്ല. ലോഡ്ജ് ഒരു ലോഡ്ജിലും വന്ന് അവിടെ ഒരു ലോഡ്ജ് അല്ല, ലോഡ്ജ് 3-4 ഉണ്ട്. പ്രൈവറ്റ് ലോഡ്ജ് വേറെ ഒരുപാടുണ്ട്. അവരെല്ലാം ഇതുപോലെ കേസുകൾ നടക്കുന്ന. ഏതെങ്കിലും ഒരു ലോഡ്ജ് നോക്കിയാൽ അറിയാം വേറെ ലോഡ്ജിൽ പോയിട്ടുണ്ടോയെന്ന്. ഇത് ടൗണിനോട് ചേർന്നായതുകൊണ്ട് വരാനും കൂടെ മടിക്കും ആൾക്കാർ. പിന്നെ ഈ പുള്ളിയുടെ അടുത്ത് എല്ലാവരും എത്തുള്ളൂ. ചേച്ചി ഈ മൊഴി ഇനി എവിടെ വേണമെങ്കിലും ഇതേപോലെ ആവർത്തിക്കും? ആര് ചോദിച്ചാലും ഞാൻ പറയും. കാരണം ഞാൻ കണ്ട കാര്യമാണ്, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് 10 പേരോട് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് അത്ര മനസ്സമായിട്ട് അത്ര ആവട്ടെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല വേറൊന്നുമല്ല.